ചില ഷെയർ ഹോൾഡേഴ്സ് ചേർന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച തന്നെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുക്മിന് ആ ഒരാഴ്ച തന്നെ ചെയർപേഴ്സൺ ആയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പണമൊക്കെ നൽകുന്നതെന്ന് അവനും അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അതിലൊരാളാകട്ടെ സുക്മിൻ ചെയർപേഴ്സണൊക്കെ ആയതിനു ശേഷം നിന്റെ മകനെ മിറ ഇലക്ട്രോണിക്സ് ഒക്കെ ഏൽപ്പിക്കുവാനായിട്ടായിരുന്നു അതിലൊരാൾ പറയുന്നത്. നമ്മളായിട്ട് നമ്മളുടെ മക്കൾക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഉയർച്ചയൊന്നും ഉണ്ടാക്കുകയില്ല എന്നായിരുന്നു എന്റെ അമ്മയുടെ കൂടെ ഞാൻ 20 കൊല്ലമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടെത്തിയ ഒരു പാഠം. എന്റെ അമ്മ എന്നെ വളർത്തിയതുപോലെയാണ് ഞാൻ അവനെയും വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊക്കെ അയാളും പറയുന്നു. കില്ലർ ഇപ്പോഴും ഡോഗിയുടെ ചിത്രങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഡോഗിങ്ങും അച്ഛനും കൂടി കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അച്ഛനും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന, അതായത് 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമൊക്കെ ഓർത്തെടുക്കുകയാണ്. ഒരു ദിവസം അമ്മയുടെ അടുത്തേക്കൊക്കെ അവൻ പോയപ്പോഴത്തേക്കും അമ്മയും കുറെ അധികം വെള്ളമൊക്കെ മേത്തൊഴിച്ചിട്ട് തന്റെ പാപങ്ങളൊക്കെ കഴുകി കളയുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നില്ല അമ്മ നമുക്കെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് അമ്മ അമ്മേനെ തന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ്. അതായത് അമ്മയ്ക്ക് സ്വന്തം രക്തത്തോട് തന്നെ വെറുപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ കഴിവൊക്കെ തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്റെ രക്തത്തിലുള്ള ഒരാളെ അല്ലാതെ മറ്റാരെയും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ സുക്മിനും മകനോട് പറയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഡോഗിങ്ങിന് 2 ഫോൺ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ സുക്മിൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുവാനായിട്ടാണ് താൻ രണ്ടാമത്തെ ഫോൺ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് അവൻ പറയുന്നത്. കില്ലറും കുറെ മെസ്സേജസ് ഒക്കെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ പോലും അയാളും പ്രത്യേകിച്ച് ഒന്നും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മാഡച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു. സന്തോഷമാകട്ടെ ഫേക്ക് ആയിട്ടുള്ള ഒന്നാണെന്നായിരുന്നു ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അവളും സന്തോഷം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗോണും അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ഇന്ന് ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ലീവ് എടുത്താലോ എന്നൊക്കെ അവളോടും ചോദിക്കുകയാണ്. പക്ഷെ എല്ലാ ദിവസവും ഇതുപോലെ ലീവ് ഒന്നും എടുത്തിരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്നെക്കാളും ഇഷ്ടം ആ ഒരു കമ്പനീനെ ആണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സെക്രട്ടറിയും അവളെ കോൾ ചെയ്യുന്നത്. മാഡം അവൾക്ക് വേണ്ടിയിട്ട് സ്വത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു സ്വത്തൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ മാഡം ജോയുടെ മക്കൾ ഒരു ഡോക്യുമെന്റ് ഒക്കെ അവൾക്ക് അയച്ചതായിരുന്നു. നീ ഇതൊന്നും സൈൻ ചെയ്യുവാനേ പോകണ്ട, നമുക്ക് റിയൽ ആയിട്ടുള്ള കില്ലറിനെ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെയും ശല്യം നിനക്ക് ഉണ്ടാക്കുകയില്ല എന്നൊക്കെ ഗോണും അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾക്കും പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ളതുപോലെ സമാധാനമായിട്ടൊക്കെ ജീവിച്ചാൽ മതിയെന്നാണ് അവൾ പറയുന്നത്. ഈ ലോകത്ത് ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുകയില്ല. സന്തോഷം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ത്യാഗമൊക്കെ ചെയ്യണമെന്ന് നീയും എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇപ്പോൾ സന്തോഷം കണ്ടെത്തുവാനായിട്ടാണ് ഞാൻ ഈ ഒരു ത്യാഗമൊക്കെ ചെയ്യുന്നതെന്ന് അവള് മറുപടി നൽകുന്നു. നിനക്ക് അയാളുടെ മുഖം ഒരിക്കലെങ്കിലും കാണണമെന്നില്ലേ? അത് ആരാണെന്നൊക്കെ അറിയാതിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ഭയന്നായിരിക്കും ജീവിക്കുക. മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് നിനക്ക് ഒരിക്കലും സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് അവന്റെ ഫേസ് മാത്രം ഒന്ന് കാണാം. അതിനുശേഷം നീ പറയുന്ന എന്തിനോടും ഞാൻ യോജിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അവളുടെ കൈയൊക്കെ നീട്ടുന്നു. പക്ഷേ ഇത്തവണയും അവൻ അവന്റെ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ഡോഹിയുടെ കൂടെ നിന്നിട്ട് പോലും എന്തുകൊണ്ടാണ് തന്റെ ശരീരത്തിൽ ചാർജ് ഇല്ലാത്തതെന്നൊക്കെ അവനും ഓർക്കുന്നു. എന്തായാലും നിനക്ക് ചാർജ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് അവളും പറയുകയാണ്. അപ്പോഴേക്കും ആയിരുന്നു സഹൂണും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് സിയോഹോണും ഇടയ്ക്കിടയ്ക്ക് അവളെ വന്ന് കാണുന്നതെന്ന് ഗോണും സംശയിക്കുന്നു. ഗോൺ മരിക്കുന്നതിന്റെ തൊട്ടടുത്ത് വരെ എത്തിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ അവൻ ഓടിച്ചാടി നടക്കുന്നു. അതിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കുമെന്നൊക്കെ സ്റ്റാഫ്സ് ഒരുപോലെ സംശയിക്കുകയാണ്. നമ്മൾ അറിയാതെ അവൻ എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കുമോ എന്നൊക്കെ അവർ സംശയിച്ചു നോക്കുമ്പോഴത്തേക്കും അവൻ കുടിക്കുന്ന ഡ്രിങ്ക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവൻ പോയി കഴിയുമ്പോഴത്തേക്കും അവരും അതേ ഡ്രിങ്ക്സ് തന്നെ കുടിക്കുന്നു. ഇത് ശരിക്കും ഒരു ആഡ് ആയിരുന്നു എങ്കിൽ പോലും നല്ല രസം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. സിയോക്കോണും ഡോഹി ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയുവാനായിട്ട് എത്തിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കയ്യിലെ ടാറ്റു ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും പണ്ട് US വെച്ച് ടാറ്റു ഒക്കെ ചെയ്താലോ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചപ്പോഴത്തേക്കും നിനക്ക് അതിന്റെ സൂചിക ഭയങ്കര പേടിയാണെന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നീ ആയിരുന്നു ഇപ്പോൾ ടാറ്റു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇത് സ്വബോധമില്ലാത്ത ചെയ്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വേദനയൊന്നും തോന്നിയില്ല എന്ന് അവൾ തന്നെ പറയുന്നു. ഗുവോണിനെ മീറ്റ് ചെയ്തതിന് ശേഷം നിന്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സ്യോഖോണും അവളോട് പറയുന്നുണ്ട്. ആ ചെറുവുമണ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നീ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ എന്നൊക്കെ സ്യോഹോൺ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കും ആ ഒരു തീരുമാനമെടുത്തതിൽ ഒട്ടും തന്നെ നിരാശയുണ്ടായിരുന്നില്ല. അവനും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഗുവോണിനെ കണ്ടിട്ട് ഗുവോണിനെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. നീ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിലും
പെട്ടെന്ന് തന്നെ ആയിരുന്നു നീ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. വാമ്പയേഴ്സ് ആകട്ടെ ബ്ലഡ് ഒക്കെ കുടിക്കുമ്പോഴത്തേക്കുമാണ് അവർക്ക് എനർജി തിരിച്ചു കിട്ടുക. അതുപോലെ നിന്റെ സീക്രട്ട് എന്താണെന്നൊക്കെ അവനും ചോദിക്കുകയാണ്. എനിക്ക് നിന്റെ അടുത്ത് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഗോവന്റെ അടുത്ത് സിഹുൻ പറയുമ്പോഴത്തേക്കും നിനക്ക് ബോയ്സിനാണോ ഇഷ്ടമെന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഡോഹിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിന്നിട്ടും ഹസ്ബൻഡ് ആയിട്ട് നിന്നിട്ടും നിനക്ക് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഡോഹിയുടെ കൂടെ നിൽക്കുന്നതെന്ന ഒരു ചോദ്യം കൂടി അവൻ ചോദിക്കുകയാണ്. എനിക്ക് അവളുടെ ആവശ്യമുണ്ടെന്നൊക്കെ ഗോഡ് പറയുമ്പോഴത്തേക്കും നീ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഡോഹി എല്ലാം വേണ്ടെന്ന് വെക്കുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നീ അവളെ സപ്പോർട്ട് ചെയ്യുക അല്ല ചെയ്യേണ്ടത്, മറിച്ച് അവളുടെ മനസ്സ് മാറ്റുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആയിരുന്നു സിഹുൺ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അവരുടെ രണ്ടുപേരുടെയും തീരുമാനം ഒന്നാണെന്നൊക്കെ അവന് മനസ്സിലാക്കുന്നു. ഞാൻ പ്രതികാരം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ റിക്കവർ ആയി വന്നിട്ടുണ്ടായിരുന്നതും. എന്തായാലും എന്നെ ഈ ഒരു കോലത്തിലാക്കിയവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോണും പോക്കുകയാണ്. ആ ഒരു എഗ്രിമെന്റിലൊക്കെ ഡോഹി സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കിനി ബോഡി ഗാർഡ് ഇല്ലാതെ പുറത്തിറങ്ങുവാനായിട്ടൊക്കെ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാലോ എന്നൊക്കെ സെക്രട്ടറിയോട് ചോദിക്കുന്നു. സെക്രട്ടറിയും ഒരേ ഒരു ഡ്രിങ്ക് കുടിക്കാമെന്ന ഉറപ്പിന്മേൽ അവളുടെ കൂടെ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാലും ഡോഹി ആ ചെയർമാൻ സ്ഥാനമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പോലീസും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പോലീസ് പറയുമ്പോഴത്തേക്കും ഗുവോണും അതിനോട് യോജിക്കുന്നു. അവനും ഒരാളുടെ പകുതി സ്കെച്ചൊക്കെ വരച്ചു തരാമോ എന്ന് ചോദിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു കില്ലറുമായിട്ട് സാമ്യമുള്ള ഒരു രൂപമൊക്കെ പോലീസും വരച്ചുണ്ടാക്കുകയാണ്. അങ്ങനെ ഒടുവിലായിട്ട് റിയൽ ആയിട്ടുള്ള ആ ഒരു കില്ലറിന്റെ രൂപമൊക്കെ അവന് കിട്ടുന്നു. ഗോവോന്റെ ഓഫീസിലുള്ള ഗ്യാങ്സ്റ്റേഴ്സ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും ക്ലീൻ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഗോവോണ് ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു പൊടി പോലും അവനെ അടിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവന്റെ ആ ഒരു കമ്പനിയിലെത്തുന്ന എല്ലാവരെയും നല്ലതുപോലെ തന്നെ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കുന്നു. പലരും ഒരുപാട് പേടിച്ചിട്ടൊക്കെ ആയിരുന്നു ആ ഒരു ചെക്കിങ്ങിന് നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ബോക്കിയും ഗോവോണെ കോൾ ചെയ്ത് അറിയിക്കുന്നു. ഗോവോൺ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ ബോസ് അല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവരും ആ ഒരു ജോലി ഒന്നും തന്നെ നിർത്തുവാനായിട്ട് തയ്യാറായിരുന്നില്ല. നമുക്കൊരു പെർഫോമൻസ് ഒക്കെ നടത്തുവാനായിട്ടുള്ളതാണ്. ഇവരിവിടെ നിൽക്കുകയാണെങ്കിൽ കാണികൾ ആരും തന്നെ പേടിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് പോലും വരികയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം പറഞ്ഞയക്കണമെന്നൊക്കെ ബോക്കിയും ഗുവോണെ അറിയിക്കുന്നു. വൈൽഡ് ഡോഗ്സ് എന്ന പേരായിരുന്നല്ലോ ആ ഒരു ഗ്യാങ്ങിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഗുവോൺ ആകട്ടെ ഇപ്പോൾ കളിയാക്കുവാനായിട്ട് ആ ഒരു പേരിനോട് സാമ്യമുള്ള മറ്റൊരു പേരൊക്കെ പറയുകയാണ്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സീഡ്സിനെ ആയിരുന്നു ആ ഒരു പേര് വിളിക്കുക. ഗുവോൺ അങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും അവരും അതൊരു തമാശയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ചിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വഭാവം കൊണ്ടായിരുന്നു ഞങ്ങളെ വൈൽഡ് ഡോഗ്സ് എന്നൊക്കെ വിളിക്കുന്നതെന്ന് അസിസ്റ്റന്റും പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ഗുവോന്റെ മുഖമൊക്കെ മാറുന്നത് കാണുന്ന അവനും ഗുവോൺ കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേരൊക്കെ സ്വീകരിച്ച് ആ പേര് തന്റെ ഗാങ്ങിന് ഇടുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് നൽകുകയാണ്. ആ ഒരു ടാസ്കിലൊക്കെ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്റെ കൺമുമ്പിലെ വന്നേക്കരുതെന്നൊക്കെ ഗുവോൺ പറയുമ്പോഴത്തേക്കും അത് ഏത് ടാസ്ക് ആണെങ്കിലും സ്വന്തം ജീവൻ തന്നെ കളഞ്ഞിട്ട് ആ ഒരു ടാസ്ക് ചെയ്തു തീർക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഗുവോണും കായലുണ്ടായിരുന്ന ആ ഒരു കില്ലറിന്റെ ഫോട്ടോ ഒക്കെ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്യാങ്സ്റ്റർ ടീം മുഴുവനായിട്ടൊക്കെ ആ കില്ലറിനെ പിടിക്കുവാനായിട്ട് ഓടുന്നു. അപ്പോഴായിരുന്നു ഗായങ്ങും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവാനായിട്ടൊക്കെ നോക്കിയതല്ലേ, ഇനിയും നീ എന്തിനാണ് മനുഷ്യനായിട്ടൊക്കെ ജീവിക്കുന്നത്? പണ്ട് പൂർണ്ണ ധൈര്യത്തോടു കൂടി തന്നെ ഓരോ ഇരകളെ തപ്പിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ എവിടെ പോയിരിക്കുന്നു? ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ഭീരുക്കളായിട്ടുള്ള ആളുകളാണ് മനുഷ്യന്മാര്. സോ ആ ഒരു ക്യാരക്ടർ വിട്ടിട്ട് നീ പഴയ പോലെ ഡബിളായി മാറണമെന്നൊക്കെ ആയിരുന്നു ഗായങ്ങിന് പറയുവാനുണ്ടായിരുന്നത്. പക്ഷെ ഡോഹിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ അവന് പറയുമ്പോഴത്തേക്കും നിന്നെ ഞാനും ഒരിക്കലും ഉപേക്ഷിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ഗായങ് അവനോട് പറയുന്നുണ്ട്. നീ ഇപ്പോൾ തന്നെ നിന്റെ ലിമിറ്റ് ഒക്കെ കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിനക്കൊരു വാർണിംഗ് നൽകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവളുടെ വാക്കൊന്നും തന്നെ കേൾക്കാതെ ഇറങ്ങിപ്പോകുകയാണ്. അവൾ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് എത്തുന്ന ബോക്യു ആകട്ടെ ഇനിയെങ്കിലും നീ അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കുവാനായിട്ട് അനുവദിക്കണമെന്നൊക്കെ പറയുന്നു. ഇത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് അവർ സന്തോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള സന്തോഷമായിരിക്കുകയില്ല എന്ന കാര്യമായിരുന്നു അവൾ അപ്പോൾ പറയുന്നത്. ഡോഹി സെക്രട്ടറിയുടെ ഒപ്പം വരുന്ന് മദ്യപിക്കുകയാണ്. സെക്രട്ടറിക്ക് കുറച്ചു മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും കൂടുതലായിട്ട് സെക്രട്ടറിക്ക് പതയൊക്കെ ആയിരുന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഒരു സമാധാനം കിട്ടിയെന്നൊക്കെയാണ് ഡോഹി പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചതെന്ന കാര്യമൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. എങ്കിൽ പോലും അത് വേണ്ടെന്ന് വെച്ച് ഒരുപാട് കാലം കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്കും അതിന് പിന്നിലെ അർത്ഥമൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ ഡോഹിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യം എന്താണെന്നൊന്നും അവൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
ഡോഹിയും സെക്രട്ടറിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. സെക്രട്ടറി എക്സിനെ ഒരുപാട് സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവനെ തന്നെ ഒരുപാട് വെറുക്കേണ്ടതായിട്ടും വന്നു. സെക്രട്ടറി ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറെ ആയിരുന്നില്ല ഇതിനു മുമ്പ്. പക്ഷെ അവനെ ഉപേക്ഷിച്ചതിന് ശേഷം ആയിരുന്നു സെക്രട്ടറിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ധൈര്യമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു എന്നാണ് സെക്രട്ടറി ഇപ്പോഴും പറയുന്നത്. അയാൾക്ക് മുമ്പും അയാൾക്ക് ശേഷവും സെക്രട്ടറി മറ്റാരെയും തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് വലിയൊരു തകർച്ചയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്കും അവിടെ നിന്നും ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാക്കുക. സെക്രട്ടറി പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ അവളുടെ മനസ്സിലും തട്ടുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.